സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് വിവിധ മത്സര പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒട്ടേറെ ക്വസ്റ്റ്യൻസ് ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? കാനിങ് പ്രഭു. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നായിരുന്നു? 1857 മെയ് 10. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ വെച്ചായിരുന്നു? മീററ്റ്, ഉത്തർപ്രദേശിലെ മീററ്റിൽ വെച്ചായിരുന്നു. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ ഉണ്ടായ കാരണം എന്ത്? കൊഴുപ്പ് പുരട്ടിയ പുതിയ തിരകൾ ഉപയോഗിച്ച് വെടിവെക്കാൻ ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിച്ചതാണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ ഉണ്ടായ കാരണം. ഡൽഹിയിൽ 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ ചക്രവർത്തി ആര്? ബഹദൂർ ഷാ രണ്ടാമൻ. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? മംഗൾ പാണ്ഡെ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആര്? പ്രീതി ലത വഡേത്കർ. മംഗൾ പാണ്ഡെ തൂക്കിലേറ്റിയ വർഷം? 1857 ഏപ്രിൽ 8. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെയെക്കുറിച്ച് പുറത്തിറക്കിയ സിനിമ? മംഗൾ പാണ്ഡെ 1857 ദി റൈസിംഗ്. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേര്? ശിപ്പായി ലഹള. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആര്? ജോൺ ലോറൻസ്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആര്? പട്ടാളം മേധാവി സർ ഹ്യൂഗ് റോസ്. നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നത് ആര്? താന്തിയ തോപ്പി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവ് ആര്? താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര്? രാമചന്ദ്ര പാണ്ഡുരംഗ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് ആര്? കൻവർ സിംഗ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആര്? നാനാ സാഹിബ്. നേപ്പാളിലേക്ക് പലായനം ചെയ്ത വിപ്ലവകാരി ആര്? നാനാ സാഹിബ്. 1857 വിപ്ലവത്തിന്റെ ഫലമായി നാടുകടത്തപ്പെട്ട രാജാവ്? ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത് എവിടേക്ക്? റംഗൂണിലേക്ക്, മ്യാൻമാർ. 1858 വിപ്ലവത്തിന്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി ആര്? വിക്ടോറിയ രാജ്ഞി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന ഗ്രന്ഥം എഴുതിയത് ആര്?
താരാചന്ദ്. 1857 ദി ഗ്രേറ്റ് റെബലിയൻ എന്ന കൃതിയുടെ കർത്താവ് ആര്? അശോക് മേത്ത. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിലെ ആദ്യ സൈനിക കലാപം ഏത്? വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്നറിയപ്പെടുന്നതാര്? വെല്ലസ്ലി. ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറൽ ആര്? വില്യം ബെന്റിക്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ ആര്? വില്യം ബെന്റിക്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600. ഇംഗ്ലീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്തെ ഇന്ത്യയിലെ ഭരണാധികാരി ആര്? അക്ബർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ആര്? ജഹാംഗീർ. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേര് എന്ത്? മണികർണിക. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഏത്? പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ആര്? റോബർട്ട് ക്ലൈവ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് ആര്? റോബർട്ട് ക്ലൈവ്. സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആര്? വാറൻ ഹേസ്റ്റിങ്സ്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡൽഹൌസി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര്? ഡൽഹൌസി. ആധുനിക തപാൽ സംവിധാനം, ടെലിഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരി ആര്? ഡൽഹൌസി. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതെന്ത്? വുഡ്സ് ഡെസ്പാച്ച്. പുരാവസ്തു ഗവേഷണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ച ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ ആരായിരുന്നു? വില്യം ബെന്റിക്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആര്? നെഹ്റു. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേമാതരം. വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ആര്? ജദുനാഥ് ഭട്ടാചാര്യ. വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. വന്ദേമാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? കൊൽക്കത്ത സമ്മേളനം 1896. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത്? ജനഗണമന. ജനഗണമന രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് വിധാത. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി 24. ദേശീയഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനം 1911 ഡിസംബർ 27. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ്. ജനഗണമന രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി.
ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയതാര്? ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണം. ദേശീയ പതാകയെക്കുറിച്ചുള്ള പഠനം വെക്സിലോളജി. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആര്? പിംഗലി വെങ്കയ്യ. പതാകയിലെ ആകെ നിറങ്ങൾ 4: കുങ്കുമം, വെള്ള, പച്ച, നേവി ബ്ലൂ. പതാകയിലെ കുങ്കുമ നിറം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ധൈര്യം, ത്യാഗം. വെള്ള നിറം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? സമാധാനം, സത്യം, പരിശുദ്ധി, സമത്വം. പച്ച നിറം പ്രതിനിധീകരിക്കുന്നത് എന്തിനെ? സമ്പദ് സമൃദ്ധി, ഫലഭൂയിഷ്ഠത. അശോകചക്രം പ്രതിനിധീകരിക്കുന്നത് എന്തിനെ? പുരോഗതി, ചലനാത്മകത. ത്രിവർണ പതാക ആദ്യം ഉയർത്തിയത് എവിടെ? കൊൽക്കത്ത 1906. ഇന്ത്യക്ക് പുറത്ത് ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? മാഡം ഭിക്കാജി കാമ 1907. ദേശീയ പതാക അംഗീകരിച്ചത് എന്ന്? 1947 ജൂലൈ 22. ദേശീയ പതാകയുടെ അളവ് 3:2. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.